നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ദൈവത്തിൻ്റെ വചനം അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുകയും ദൈവികമായിട്ടുള്ള വഴികളിലൂടെ നമ്മെ നടത്തുവാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം 33-ും 34-ും വാക്യങ്ങൾ വായിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവമെന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന പേരിട്ടു. വലിയൊരു തെറ്റിദ്ധാരണ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായി. ഇസ്രായേലിൽ 12 ഗോത്രങ്ങളാണ്. അതിൽ 2.5 ഗോത്രത്തിന് യോർദാൻ അക്കരെയാണ് ദൈവം സ്ഥലം നൽകിയത് എന്ന് പറയുമ്പോൾ അവർ അത് ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ദാസനായ മോശയോട് ചോദിച്ചു. ദൈവം അത് അനുവദിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ മോശയുടെ നേതൃത്വത്തിൽ ഇവർ നടന്നു വരികയാണ്. മോശയുടെ കാലശേഷം യോശുവ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നു. ദൈവം അവരോട് അരുളി ചെയ്തിരുന്നു, നിങ്ങളുടെ ഈ സഹോദരങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്നതുവരെ രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രങ്ങളും യുദ്ധസന്നദ്ധരായി മുൻപിൽ നിന്ന് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ ദൈവത്തിന് ദാസനായി യോശുവ പറഞ്ഞതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അവർക്ക് ദേശം കിട്ടി, സ്വസ്ഥത കിട്ടി, അവർക്ക് എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങൾ ദൈവം കൊടുത്തു. അവർ സ്വാർത്ഥരായില്ല. അവരുടെ സഹോദരങ്ങൾ സ്വസ്ഥത അനുഭവിക്കുന്നതിന് വേണ്ടി ദേശം കീഴടക്കുന്നത് വരെ അവർക്കു വേണ്ടി മുൻപിൽ നിന്ന് അവർ യുദ്ധം ചെയ്യുവാനിടയായി. 22-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുന്നതായ വേളയിൽ ഈ ജനം ദൈവത്തെ അനുസരിച്ചു. ദൈവം പറഞ്ഞതുപോലെ മനശ്ശയുടെ ഗോത്രം ഉൾപ്പെടെ രൂബേന്യരും ഗാദ്യരും ആ 2.5 ഗോത്രങ്ങൾ അനുസരിച്ചു. യോശുവ ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത ലഭിച്ച അനന്തരം ഈ 2.5 ഗോത്രത്തെ വിളിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് സമാധാനത്തോടുകൂടെ വെള്ളിയോടും പൊന്നിനോടും അനവധി സമ്പത്തോടും കൂടെ അവരെ യോർദാൻ അക്കരെയുള്ള സ്ഥലത്തേക്ക് മടക്കി അയക്കുകയാണ്. ഇവർ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോവുകയാണ്. യോർദാൻ്റെ ആ കരയിലെത്തിയപ്പോൾ ഇവരുടെ മനസ്സിലൊരു ചിന്ത വന്നു, യാഗവും യാഗപീഠവും ഒക്കെ യെരൂശലേമിലാണ്. അപ്പോൾ കാലം മുൻപോട്ട് പോകുമ്പോൾ ഈ ഇക്കരെയുള്ള ഗോത്രത്തിലെ തലമുറകൾ, സന്തതികൾ, ഈ 2.5 ഗോത്രത്തിലെ വ്യക്തികളുടെ തലമുറകളോട് നാളുകളിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിലിടയിൽ പങ്കില്ല, അതിനാണ് ദൈവം യോർദാൻ അതിര് വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് സാക്ഷിയായി ഈ യെരൂശലേമിലുള്ളതുപോലെ ശീലോവിലുള്ളതുപോലെ ഒരു യാഗപീഠം പണിയുവാനായിട്ട് അവർ തയ്യാറായി. ഈ യാഗപീഠം ഒന്നേ പാടുള്ളൂ. അവർ യാഗപീഠം പണിയുന്നു എന്നുള്ളതായ വർത്തമാനം ഇവിടെ യോശുവയുടെയും മഹാപുരോഹിതന്മാരായ ഫിനെഹാസിൻ്റെയും സഹസ്രാധിപന്മാരുടെയും കാതുകളിലെത്തിയപ്പോൾ അവർ ഫിനെഹാസിനെ ഉൾപ്പെടെ പ്രതിനിധികളെ ഈ 2.5 ഗോത്രക്കാരുടെ അരികിലേക്ക്, യോർദാൻ അരികിലേക്ക് അയക്കുകയാണ്. അയച്ച് യുദ്ധം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൻ്റെ കോപം വരുത്തി വയ്ക്കുന്ന പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലാണ് ഈ ബാക്കി ഗോത്രങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. 9.5 ഗോത്രങ്ങൾ ചേർന്ന് ഐക്യതയോടുകൂടെ ഈ 2.5 ഗോത്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് മുന്നോടിയായി കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനായിട്ട് അവരുടെ പ്രതിനിധികളെ അയക്കുകയാണ്. അങ്ങനെ കടന്നു വന്നതായ വേളയിൽ ഈ 2.5 ഗോത്രത്തിൻ്റെ പ്രതിനിധികൾ ഫിനെഹാസിനോടും കൂട്ടരോടും പറഞ്ഞു, ഞങ്ങൾ മത്സരിക്കുകയല്ല, ദൈവത്തെ വിട്ടുപോകുകയല്ല, സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ്. ഹനനയാഗങ്ങളൊന്നും ഞങ്ങൾ അർപ്പിക്കത്തില്ല. ഇത് സാക്ഷിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്കിതിനെ ഇടവരുത്തരുതേ, ഞങ്ങളുടെ ദൈവത്തെ ഒരിക്കലും ഞങ്ങൾ വിട്ടുപോകത്തില്ല എന്ന് വളരെ ഹൃദ്യമായ ശാന്തമായ ദൈവവചനം ലംഘിക്കാതെ അവരെന്താണോ ചെയ്യാൻ പോകുന്നത് ഹൃദയശുദ്ധിയോടുകൂടെ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഇത് പ്രതിനിധികളായി വന്നിരിക്കുന്നതായ ഫിനെഹാസിനും കൂട്ടർക്കും കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അവരോട് പറയുകയാണ്, നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായതുകൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയൊരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയ്ക്ക്
കാരണമാകുന്ന ഒരു പ്രവൃത്തി 2.5 ഗോത്രങ്ങളുടെ ഇടയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ നിമിത്തം ദൈവത്തിൻ്റെ കോപം വരാം, വലിയ യുദ്ധത്തിലേക്ക് ജനം നയിക്കപ്പെടാം. എന്നാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്, ആശയവിനിമയത്തിൽ വന്ന പരാജയമാണ് ഇത്തരം ഒരു പ്രതിസന്ധിക്ക് കാരണമായി തീർന്നത്. പല കുടുംബങ്ങളിലും പല സഭകളിലും തെറ്റിദ്ധാരണ വരുത്തുന്നത് പിശാചാണ്, തെറ്റിദ്ധരിക്കുകയാണ്. വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ആശയങ്ങളിലൂടെ എന്താണ് ഉദ്ദേശമെന്നുള്ളത് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. പലതും മറച്ചു വെച്ച് ചെയ്യുന്നത് തന്നെ പ്രശ്നങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധാരണ പരിഹരിച്ച് അകന്നു പോകുന്നവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ഒരു മനോഭാവമാണ് എവിടെയും വിജയത്തിലെത്തുന്നത്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ സാത്താൻ എവിടെയും ശ്രമം നടത്തുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലായാലും സഭയിലായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളതായ വിഷയത്തിലായാലും മക്കളുമായിട്ടുള്ളതായ കാര്യങ്ങളിലായാലും തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് എല്ലാവരെയും കൂടെ മുഖവിലേക്കെടുത്ത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു വിശാല ഹൃദയം നമുക്ക് ആവശ്യമാണ്. അതിന് ഈഗോകളെല്ലാം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ചോദിക്കേണ്ടത് ചോദിച്ചറിയണം, മനസ്സിലാക്കാൻ മനസ്സ് വെക്കണം, മറ്റുള്ളവരെ കൂടെ കേൾക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നാം ചെയ്യാൻ തയ്യാറായാൽ വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഓരോ കുടുംബങ്ങളെയും സഭയെയും ദൈവം വിടുവിക്കും, കർത്താവ് വസിക്കും, ദൈവനാമം മഹത്വപ്പെടും. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.